ഹായ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റാൻ പറ്റുന്നൊരു രഹസ്യമുണ്ട്. കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. അതിന് വേണ്ടതെന്താണെന്നറിയോ? എല്ലാ ദിവസവും വെറും 1%, അതെ, വെറും 1% മാത്രം. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടല്ലേ? എന്നാൽ ഈ ചെറിയ കുഞ്ഞൻ മെച്ചപ്പെടുത്തലുകൾ എങ്ങനെയാണ് പിന്നീട് വലിയ അവിശ്വസനീയമായ മാറ്റങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊക്കെ എത്ര തവണ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലേ? പുതുവർഷത്തിൽ ജിമ്മിൽ പോണം, ഈ വർഷം ആ പുസ്തകം എഴുതി തീർക്കണം, അങ്ങനെ പലതും. ഭയങ്കര ആവേശത്തിലായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ കുറച്ചു കഴിയുമ്പോഴോ എല്ലാം പാതി വഴിയിൽ നിൽക്കും. ആ വലിയ സ്വപ്നങ്ങളൊക്കെ കയ്യെത്തും ദൂരത്തുനിന്ന് മാഞ്ഞു പോകുമ്പോഴുള്ളൊരു നിരാശയുണ്ടല്ലോ, അത് നമുക്കെല്ലാവർക്കും അറിയാം. ശരിക്കും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണിതിന് പിന്നിലെ യഥാർത്ഥ കാരണം? ഒരുപക്ഷേ പ്രശ്നം നമ്മുടെ ലക്ഷ്യങ്ങളിലായിരിക്കില്ല, അത് നേടാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയിലായിരിക്കും. നമ്മളെന്താ വിചാരിക്കുന്നത്? വലിയ റിസൾട്ട് വേണമെങ്കിൽ വലിയ കാര്യങ്ങൾ തന്നെ ചെയ്യണം. ജീവിതം മാറ്റിമറിക്കാൻ ഒരു ഭൂകമ്പം തന്നെ സംഭവിക്കണം. അങ്ങനെ ഒരു പെർഫെക്റ്റ് നിമിഷത്തിനു വേണ്ടി കാത്തിരുന്ന് അവസാനം നമ്മളൊന്നും ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നു പോകും. എന്നാൽ ഈ ചിന്തയൊക്കെ തെറ്റാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിമ്പിൾ കഥയുണ്ട്. ഒരു മുത്തച്ഛൻ്റെ അറിവിൽ നിന്ന് തുടങ്ങുന്ന ഒരു കഥ. ശരിക്കുമുള്ള മാറ്റത്തിൻ്റെ രഹസ്യം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ലളിതമാണെന്ന് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതാണ് നമ്മുടെ കഥയിലെ ആള് അഹമ്മദ്. ഒരു സാധാരണ വിദ്യാർത്ഥി. പഠിപ്പിലായാലും ശരി, സ്പോർട്സിലായാലും ശരി, എല്ലാത്തിലും ഒരു ശരാശരിക്കാരൻ. അവന്റെ കൂട്ടുകാരൊക്കെ മിടുക്കന്മാരായിരുന്നു. അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ താൻ എത്ര ചെറുതാണെന്ന് അവന് എപ്പോഴും തോന്നുമായിരുന്നു. ഈ ആവറേജ് എന്ന ടാഗ് ഉണ്ടല്ലോ, അതവനെ വല്ലാതെ വിഷമിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ മുത്തച്ഛൻ ഒരു പഴയ മരക്കസേരയിരുന്ന് മിനുക്കുന്നത് അവൻ കണ്ടു. നല്ല ശ്രദ്ധയോടെ, പതുക്കെ. അഹമ്മദ് ചെന്ന് ചോദിച്ചു, എന്താ മുത്തച്ഛ ഈ ചെയ്യുന്നതെന്ന്? അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞ ആ മറുപടിയാണ് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. അദ്ദേഹം പറഞ്ഞു, മോനെ, ജീവിതമെന്ന് പറയുന്നത് ഈ കസേര പോലെയാ. ഒറ്റയടിക്ക് ഇതിനെ പുതിയതാക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാ ദിവസവും കുറച്ചൊന്നും മിനിക്കിയാൽ മതി, അത് പതിയെ പതിയെ തിളങ്ങിക്കോളും. ആ ലളിതമായ വാക്കുകളിലായിരുന്നു എല്ലാ രഹസ്യവുമുണ്ടായിരുന്നത്. മുത്തശ്ശന്റെ ആ വാക്കുകൾ അഹമ്മദിന്റെ മനസ്സിൽ കൊണ്ടു. വലിയ കുതിച്ചുചാട്ടങ്ങളൊന്നും വേണ്ട, പകരം വളരെ ചെറിയ ചുവടുകൾ വെച്ചാൽ മതിയെന്നവൻ തീരുമാനിച്ചു. ആ 1% നിയമം അവൻ എങ്ങനെയാണ് തന്റെ ജീവിതത്തിൽ പ്രയോഗിച്ചതെന്ന് നമുക്ക് നോക്കാം, അല്ലേ? അവൻ ലോകം കീഴടക്കാനൊന്നും പോയില്ല. പകരം കേട്ടാൽ നമുക്ക് ചിരി വരുന്ന 3 ചെറിയ കാര്യങ്ങൾ തിരഞ്ഞെടുത്തു. 1, എല്ലാ ദിവസവും വെറും 15 മിനിറ്റ് പഠിക്കുക. 2, വെറും 5 പുഷപ്പ് എടുക്കുക. 3, വെറും 5 പുതിയ വാക്കുകൾ പഠിക്കുക. അത്രയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതാർക്കാണ് ചെയ്യാൻ പറ്റാത്തതല്ലേ? നമ്മൾ ഏതൊരു പുതിയ കാര്യം തുടങ്ങുമ്പോഴും സംഭവിക്കുന്നത് പോലെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഒരു മാറ്റവും അവന് തോന്നിയില്ല. ഒന്നും സംഭവിക്കുന്നില്ലല്ലോന്നൊരു തോന്നൽ. ശരിക്കും ഇതാണ് ഏറ്റവും പ്രയാസമുള്ള ഘട്ടം. ഇവിടെയാണ് നമ്മളിൽ പലരും നിർത്തിപ്പോകുന്നത്. പക്ഷേ അഹമ്മദ് നിർത്തിയില്ല. അവനത് തുടർന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ആ ചെറിയ വിത്തുകൾ മുളച്ചു തുടങ്ങിയിരുന്നു. അവന്റെ ആ 15 മിനിറ്റ് പഠനം അറിയാതെ തന്നെ 2 മണിക്കൂറായി വളർന്നു. 5 പുഷപ്പുകൾ ഒരു പ്രയാസവുമില്ലാതെ 50 എണ്ണമായി മാറി. 1 മാസം കൊണ്ട് അവൻ 150 പുതിയ വാക്കുകൾ പഠിച്ചു. ഇതാണ് സ്ഥിരതയുടെ ഒരു മാജിക്. മാസങ്ങൾ കടന്നുപോയി. പണ്ടത്തെ ആ ആവറേജ് അഹമ്മദ് പതിയെ അപ്രത്യക്ഷനായി. ക്ലാസ്സിൽ സംശയം ചോദിക്കാനും ഉത്തരം പറയാനും അവൻ മുന്നിലായി. അവന്റെ ശരീരത്തിന് നല്ല കരുത്തും മനസ്സിന് നല്ല ആത്മവിശ്വാസവും വന്നു. അവസാനം സ്കൂളിലെ ഡിബേറ്റ് മത്സരത്തിൽ അവൻ ജയിച്ചപ്പോൾ ടീച്ചർമാരും കൂട്ടുകാരും മാത്രമല്ല, അവൻ പോലും അത്ഭുതപ്പെട്ടുപോയി. എല്ലാവർക്കും അറിയണമായിരുന്നു എന്താണ് ഈ മാറ്റത്തിന് പിന്നിലെ രഹസ്യമെന്ന്. എന്തോ മാന്ത്രികവിദ്യ പ്രയോഗിച്ചോ എന്നൊക്കെ കൂട്ടുകാർ ചോദിച്ചു. അഹമ്മദിന്റെ മറുപടി വളരെ സിമ്പിളായിരുന്നു. ഹേയ്, ഞാൻ ഒറ്റയടിക്ക് മാറിയതൊന്നുമല്ല. ഞാൻ എല്ലാ ദിവസവും 1% കുറച്ചുകൂടി മെച്ചപ്പെട്ടു, അത്രയുള്ളൂ. അപ്പോ അഹമ്മദിന്റെ കഥ വെറുമൊരു വിജയകഥയല്ല. അതിന്റെ പിന്നിൽ കണക്കുപോലെ വളരെ കൃത്യമായൊരു തത്വമുണ്ട്. അതിനെയാണ് കോമ്പൗണ്ടിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ചെറിയ ശീലങ്ങൾക്ക് പിന്നിലെ ആ ഒരു മാന്ത്രിക കണക്കെന്താണെന്ന് നമുക്ക് നോക്കിയാലോ? വളരെ ലളിതമായി പറഞ്ഞാൽ സംഭവം ഇത്രയുള്ളൂ. നമ്മൾ ബാങ്കിൽ പൈസ ഇടുമ്പോൾ പലിശ കിട്ടില്ലേ? പിന്നെ ആ പലിശയ്ക്കും പലിശ കിട്ടും. അതുപോലെയാണിതും. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അതിന്റെ ഫലം പലിശയ്ക്ക് പലിശ കിട്ടുന്നതുപോലെ വലുതായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഒരു ദിവസത്തെ പരിശ്രമവും വെറുതെയാവുന്നില്ല. അതെല്ലാം ഒന്നിച്ചുകൂടി വലിയൊരു വിജയമായി മാറുകയാണ്. ഇതിന് പിന്നിലെ കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 1 വർഷം, അതായത് 365 ദിവസം, നിങ്ങൾ എല്ലാ ദിവസവും വെറും 1% മാത്രം മെച്ചപ്പെടുന്നു കരുതുക. വർഷം തീരുമ്പോൾ നിങ്ങൾ എത്രത്തോളം ബെറ്റർ ആകുമെന്നറിയാമോ? 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒന്നുമല്ല, ഏകദേശം 37 ഇരട്ടി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, 37 മടങ്ങ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിയമം 2 ദിശയിലേക്കും പ്രവർത്തിക്കും. അതായത് എല്ലാ ദിവസവും നിങ്ങൾ 1% മോശമാവുകയാണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കഴിവ് ഏതാണ്ട് 0-ലെത്തും. ഇനിയൊരു മാറ്റവുമില്ലെങ്കിലോ? നിങ്ങൾ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കും. പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ 1% മെച്ചപ്പെട്ടാലോ?
നിങ്ങൾക്ക് കിട്ടുന്നത് ആകാശം മുട്ടിയുടെ വളർച്ചയായിരിക്കും. കണ്ടില്ലേ, ഈ ചെറിയ തെരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന്? അപ്പോ രഹസ്യം തീവ്രതയിലല്ല, സ്ഥിരതയിലാണ്. അതായത് ഭയങ്കര ആവേശത്തിൽ ഒരാഴ്ച മുഴുവൻ ഉറക്കമൊഴിച്ച് പഠിക്കുന്നതുപോലെയാണ് തീവ്രത. അത് നമ്മളെ പെട്ടെന്ന് തളർത്തിക്കളയും. എന്നാൽ സ്ഥിരതയോ, അത് എല്ലാ ദിവസവും കുറച്ചു ദൂരം നടക്കാൻ പോകുന്നത് പോലെയാണ്. നമ്മൾ അറിയുക പോലുമില്ല, പക്ഷേ അത് നമ്മളെ പതിയെ എന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലെത്തിച്ചിരിക്കും. ഈ ഐഡിയ നമുക്ക് ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. നോക്കിക്കേ, ദിവസവും വെറും 10 പേജ് വായിച്ചാൽ മതി. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ 12-15 പുസ്തകങ്ങൾ വായിച്ചു തീർക്കും. ദിവസവും ഒരു ചെറിയ തുക, $1 10 രൂപയോ മാറ്റിവെച്ചാൽ മതി. അതൊരു വലിയ സമ്പാദ്യശീലമായി മാറും. ദിവസവും വെറും 5 പുഷപ്പ് എടുത്താൽ മതി. ഒരു മാസം കൊണ്ടത് 50 മാറും. കണ്ടോ, ചെറിയ ചുവടുകൾ, പക്ഷെ ഫലങ്ങൾ വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതെങ്ങനെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തുടങ്ങാം? ഇനി നിങ്ങളുടെ ഊഴമാണ്. ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളെ 1%, വെറും 1% മാത്രം മെച്ചപ്പെടുത്തുന്ന എന്ത് ചെറിയ കാര്യമാണ് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുക? ജീവിതം മാറ്റിമറിക്കുന്ന വലിയ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് നടപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേജ് വായിക്കുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു പുതിയ വാക്ക് പഠിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ആ 1%? ഒരു കാര്യം എപ്പോഴും ഓർക്കുക, മഹത്വമെന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. അത് ഓരോ ദിവസവും പടുത്തുയർത്തുന്നതാണ്. ഒരു വലിയ കോട്ട പണിയുന്നത് പോലെയാണിത്. ഓരോ ദിവസവും ഓരോ ഇഷ്ടിക വെച്ച് പതുക്കെ പതുക്കെയാണ് അത് പൂർത്തിയാവുന്നത്. നിങ്ങളുടെ ഇന്നത്തെ ആ ചെറിയ പ്രവൃത്തിയാണ് നാളത്തെ വലിയ വിജയത്തിന്റെ ആദ്യത്തെ ഇഷ്ടിക. അതുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ആ 1% എന്താണെന്ന് കണ്ടെത്തുക. അത് ചെയ്യുക. കാരണം ഓർക്കുക, നിങ്ങളുടെ ഇന്നത്തെ ആ 1% നിങ്ങളുടെ നാളത്തെ 100% മാറാൻ പോകുന്നത്.